നമ്മുടെ ഈ ഓംലെറ്റിനായിട്ട് നമുക്ക് വെറും പച്ചമുളകും സവാളയും മാത്രമാണ് കട്ട് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്. രണ്ടും നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചു. ചോപ്പറിലിട്ടുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ, പക്ഷെ നൈസായിട്ട് എടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ഇടുന്ന ഒരു മെയിൻ സാധനമാണ് മല്ലിയില. മല്ലിയില 1 പിടിയോ 2 പിടിയോ ഒക്കെ ഇടാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മണം. ആ തിരുമ്മലാണ് അതിൻ്റെ ഇത്. അതിന് ശേഷം നമ്മൾ ഈ തിരുമ്മിയിട്ട് ഇത് മൊത്തം നമുക്ക് ഒരു 4 മുട്ടയ്ക്കുള്ള മിക്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മളിതിൽ 4 മുട്ട ചേർക്കണില്ല, 2 മുട്ടയുടെ ഓംലെറ്റ് എടുക്കണുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചത് ചമ്മന്തിക്കാണ്. അപ്പോൾ ഈ സവാള മിക്സിൽ ഇത് കൂടി ചോറിന് നല്ല രസമാണ്. എന്തു മണമെന്നറിയോ. അപ്പോൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നവർ ഈ മിക്സിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറും കൂടെ കഴിച്ചോളൂ കേട്ടോ. അതിനാണ് ചോറുണ്ണാനാണ് ഒരു 3 ടീസ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കുന്നത്. ബാക്കിയുള്ള മിക്സിൽ നമ്മൾ 2 മുട്ടയാണ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 2 മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ട് പതപ്പിക്കുക. ഈ 2 മുട്ട ഒഴിച്ച ഓംലെറ്റ് ഒരു 4 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അത്ര എന്താ പറയുക, ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ. നന്നായിട്ട് പത വരുന്ന പോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. ഇനി ഒരു തവ വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഒഴിക്കുക കേട്ടോ. ഏത് ഓയിൽ എടുക്കണമെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. നന്നായിട്ട് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഈ മിക്സ് ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓംലെറ്റ് ഉണ്ടാക്കാനല്ലേ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ തീ കുറച്ചൊന്ന് ചൂട് വേണം കേട്ടോ എണ്ണയ്ക്ക്. എണ്ണ ചൂടായതിന് ശേഷം ഒഴിച്ചാലാണ് നല്ല ഇങ്ങനെ ഓംലെറ്റ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വരുള്ളൂ. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇടുക. ഇനി തീ ഒന്ന് ചെറുതാക്കി വയ്ക്കുക. ഇനി സിമ്മിൽ വെച്ചോ തീ. ഇനി അത് മറിച്ചിടാനാണ്, പൊട്ടിക്കാണ്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചിട്ടു. അതൊരു ടാസ്ക്കാണ് മുട്ട മറിച്ചിടുന്നത്. കൂടുതൽ ഹാർഡായി കഴിഞ്ഞാൽ എന്താ പറയുക, കൂടുതൽ മൊരിഞ്ഞ് കഴിഞ്ഞാൽ മറിക്കാൻ സുഖമാണ്. പക്ഷേ അത് നല്ല സോഫ്റ്റ്നെസ്സോട് കൂടി മറിച്ചിടാനാണ് പാട്. അങ്ങനെ ഒരു 2 പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുട്ട ഓംലെറ്റ് റെഡി ആയല്ലോ. അപ്പോൾ ദേ ഒരു ട്രിപ്പുള്ളത് റെഡിയായി. ഇനി അടുത്ത ട്രിപ്പ് അതിനും കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ നമ്മുടെ ആ മിക്സ് ബാക്കിയുള്ളത് എല്ലാം അത് ഒഴിക്കുക. അങ്ങനെ 2 ഓംലെറ്റ് ആയിട്ട് കിട്ടി. ഇത് 4 പേർക്കൊക്കെ കഴിക്കാം കേട്ടോ. ഓരോ പീസ് നല്ല, ഈ പീസിനൊക്കെ നല്ല കട്ടി ഉണ്ടാവും, കാരണം ഇതിൽ നിറയെ സവാളയല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഈ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഉള്ളി മിക്സ് ചോറുണ്ണാൻ എടുത്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ആ ഉള്ളിയുടെ മിക്സും ഈ ഓംലെറ്റും കൂടി ഉണ്ടെങ്കിൽ ചോറിന് കൊതിയാവും. അത്രയ്ക്ക് സ്വാദാ ഉള്ളിയുടെ മിക്സ്. നല്ല മണമാണ് അത് നന്നായിട്ട് തിരുമ്പുമ്പോഴേ. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് 2 എണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടെ. അവർക്ക് പ്രത്യേക രസമാണ്. ദേ ചോറുണ്ടാൻ കണ്ട ചമ്മന്തി ഓംലെറ്റും. ഇത് മതി. ചമ്മന്തിയുടെ ആളാണ് ഞാൻ, അതുകൊണ്ടാണ് ചമ്മന്തി ഇട്ട് ചോറുന്നത്. പിന്നെ മുട്ട ഓംലെറ്റും കൂടെ വയ്ക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. വായന്ന് വെള്ളം വരുന്ന ഓർക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതുപോലെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി നോക്കാത്തൊരു ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മിക്സും കൂടെ ചമ്മന്തിക്ക് പകരം എടുത്ത് വെച്ചോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.